Good morning, girls. Our next topic is difference between management and administration. So, generally, the term management and administration are used interchangeably. അതായത് the use of the two terms management and administration has been a controversial issue in the management literature. Some writers do not see any difference between the two terms, while others maintain that administration and management are two different functions. അപ്പോൾ ഇങ്ങനെ രണ്ട് അഭിപ്രായമായിട്ടാണ് നിൽക്കുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പം ചില ഓതേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ്. പക്ഷെ ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും രണ്ടും രണ്ട് ഫങ്ഷൻസ് തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് വി ഷാൽ ഡിസ്കസ് ദിസ് കോൺട്രവേഴ്സി അണ്ടർ 3 heads. അതായത് ആദ്യം പറയുന്ന ഇതാണ്, അഡ്മിനിസ്ട്രേഷൻ ഇസ് കൺസേൺ വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് പോളിസീസ് ആൻഡ് മാനേജ്മെൻറ്റ് വിത്ത് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ്. അതായത് അഡ്മിനിസ്ട്രേഷനിൽ എന്താ പറയുന്നത്, അവിടെ പോളിസീസ് ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഈ നയങ്ങൾ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദസ് അഡ്മിനിസ്ട്രേഷൻ ഇസ് കൺസിഡേർഡ് ആസ് എ ഹയർ ലെവൽ ഫങ്ഷൻ. മനസ്സിലായല്ലോ, ഇത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആട്ടോ. വേറൊരു കോൺട്രവേഴ്സി എങ്ങനെയാണെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് ഇസ് എ ജനറിക് ടേം എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് വൈഡർ ടേം. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നു. മൂന്നാമതൊരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ടേംസ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻറ്റർചേഞ്ചബിളി. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ ഇസ് എ ഹയർ ലെവൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് കൂടുതൽ ദിസ് വ്യൂ പോയിൻ്റ് അഡ്വക്കേറ്റഡ് ബൈ അമേരിക്കൻ ഓതേഴ്സ് കൺസിഡേർഡ്സ് അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഡിറ്റർമിനേറ്റീവ് ഫങ്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എൻ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ. അതായത് ഒലീവർ ഷെൽഡനൊക്കെ പറഞ്ഞിരിക്കുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഇസ് കൺസേൺ വിത്ത് ഡിറ്റർമിനേഷൻ ഓഫ് കോർപ്പറേറ്റ് പോളിസി, കോർഡിനേഷൻ ഓഫ് ഫിനാൻസ്, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എന്താ പറയുക, ദ സെറ്റിൽമെൻറ്റ് ഓഫ് ദ കോമ്പസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ദ അൾട്ടിമേറ്റ് കൺട്രോൾ ഓഫ് ദി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതാണ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഹയർ ലെവൽ ഫങ്ഷനായിട്ടാണ് കാണുന്നത്. നേരെ മറിച്ച് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ എക്സിക്യൂഷൻ ഓഫ് പോളിസി within the limits set by the administration and the employment of organization in the particular objects. ഓക്കെ, അപ്പം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹയർ ലെവൽ ഫങ്ഷനായിട്ട് കണക്കാം. അതായത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് റെഫേഴ്സ് ടു പോളിസി മേക്കിംഗ്, whereas മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു എക്സിക്യൂഷൻ ഓഫ് പോളിസീസ് ലേ ഡൗൺ ബൈ management. So thus administration involves broad policy making and management involves an execution of policies laid down by administration. അതാണ് ഒരു വ്യൂ പോയിൻ്റ്. ഇനി സെക്കൻഡ് വ്യൂ പോയിൻറ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ജനറിക് ടേം എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി ബ്രിട്ടീഷ് ഓതേഴ്സാണ് ഇങ്ങനെ പറയുന്നത്. സെക്കൻഡ് വ്യൂ പോയിൻറ്റ് ഹെൽഡ് ബൈ ബ്രിട്ടീഷ് ഓതേഴ്സ് റിഗാർഡ്സ് മാനേജ്മെൻറ്റ് ആസ് എ ജനറിക് ടേം. ഇറ്റ് ഇൻക്ലൂഡ്സ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. ബ്രെച്ച് എന്ന് പറയുന്ന ഓത്തറെ പോലുള്ള ആളുകളാണ് പറയുന്നത്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ് എന്നാണ് പറയുന്നത്, എൻറ്റെയിലിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഇഫക്റ്റീവ് ആൻഡ് എക്കണോമിക് പ്ലാനിങ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് ദി എൻ്റർപ്രൈസ് ഇൻ ഫുൾഫിൽമെൻറ്റ് ഓഫ് എ ഗിവൺ പേർപ്പസ് ഓർ ടാസ്ക്. അതായത് ഇവിടെ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദാറ്റ് പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് വിച്ച് ഇസ് കൺസേൺ വിത്ത് ദ ഇൻസ്റ്റലേഷൻ ആൻഡ് ക്യാരിയിങ് ഔട്ട് ഓഫ് ദി പ്രൊസീജിയേഴ്സ് ബൈ വിച്ച് ദി പ്രോഗ്രാം ഇസ് ലേ ഡൗൺ and communicated and the progress of activities is regulated and checked against plans. നിങ്ങളത് ഒരു വലിയൊരു ഡെഫിനേഷൻ പോലെയാണ് തന്നിരിക്കുന്നത്, നോക്കണ്ട. ബ്രെച്ച് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ബ്രെച്ച് കൺസീവ്സ് അഡ്മിനിസ്ട്രേഷൻ ആസ് എ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഹിം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് അതായത് അഡ്മിനിസ്ട്രേഷൻ ഇസ് കൺസേൺ വിത്ത് ദി ആക്ച്വൽ വർക്ക് ഓഫ് എക്സിക്യൂട്ടിംഗ് ഓർ ക്യാരിയിങ് ഔട്ട് ദ ഒബ്ജക്റ്റീവ്. ക്ലിയർ ആണോ? ഇനി
അടുത്ത് പറയുന്നത് ഈ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും എന്താണെന്നാണ് പറയുന്നത്, ആ സിനോണിമസ് എന്നാണ് പറയുന്നത്. അതായത് തേർഡ് വ്യൂ പോയിൻ്റ് അതാണ്. ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ടേം മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതായത് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ടേംസ് എന്നാണ് പറയുന്നത്. ദ ടേം മാനേജ്മെൻറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഹയർ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ലൈക്ക് ഡിറ്റർമിനേഷൻ ഓഫ് പോളിസീസ്, അതേമാതിരി പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഇൻ ദ ബിസിനസ് സർക്കിൾസ്, while the term administration is used for the same set of functions in the government circles. So there is no difference between the two terms and they are often used interchangeably എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മേ ബി ഓഫ് ആക്കഡമിക് ഇൻട്രസ്റ്റ്, ബട്ട് ഇൻ പ്രാക്ടിക്കൽ ലൈഫ് ദിസ് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതൊരു വെറുതെ ഒരു ഇമാജിനറി ഡിസ്റ്റിങ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഈവൻ ഇഫ് വി അക്സെപ്റ്റ് ദ ഡിസ്റ്റിങ്ഷൻ made by all these authors, it will be very difficult to demarcate between the so-called administration and managerial functions because the same set of persons performs these functions. മനസ്സിലായല്ലോ? അപ്പം മാനേജ്മെൻറ്റ് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ള എല്ലാവരുടെയും വ്യൂ പോയിൻറ്റ് നമ്മൾ കണ്ടു. സോ ഇൻ ഓർഡർ ടു ഡു അവേ വിത്ത് ദ കോൺട്രവേഴ്സി വി ക്യാൻ ക്ലാസിഫൈ മാനേജ്മെൻറ്റ് ഇൻ ടു, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റിന് രണ്ട് തരത്തിലായി തിരിച്ചാൽ മതി, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്നും ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റും. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് പ്രൈമർലി കൺസേൺ വിത്ത് ലേയിങ് ഡൗൺ പോളിസീസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ഗോൾസ്. മനസ്സിലായല്ലോ? അവിടെ ഒരു എന്താ പറയുക, അങ്ങനെ സെറ്റിംഗ് അപ്പ് ഓഫ് ഗോൾസ് ആൻഡ് പോളിസീസാണ് പറയുന്നത്. വെറാസ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഇസ് കൺസേൺ വിത്ത് implementation of policies for the achievement of the goals. But both these functions, that is framing of policies and executing them, are performed by the same set or group of individuals known as managers. അപ്പോൾ എന്തോ വ്യത്യാസമുണ്ടോ രണ്ടും തമ്മിൽ? ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇതാണ്, അതായത് ഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവ്രി മാനേജർ സ്പെൻഡ്സ് എ പാർട്ട് ഓഫ് ഹിസ് ടൈം ഇൻ പെർഫോമിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ആൻഡ് ദ റിമൈനിങ് ടൈം ഓൺ ഓപ്പറേറ്റിംഗ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ദ മാനേജേഴ്സ് ഹു ആർ ഹയർ അപ്പ് ഇൻ ദ ഹിയറാർക്കി ഡിവോട്ട് മോർ ടൈം ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ്. ദേ ആർ നോൺ ആസ് ടോപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ദേ ഡിവോട്ട് എ മേജർ പോർഷൻ ഓഫ് ഇറ്റ്സ് ടൈം ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലേയിങ് ഡൗൺ ഓഫ് പോളിസീസ്. നേരെ മറിച്ചിട്ട് മാനേജേഴ്സ് അറ്റ് ലോവർ ലെവൽ ഇൻ ദ ഹെയറാർക്കി ഡിവോട്ട് കമ്പാരിറ്റീവ്ലി ലെസ് ടൈം ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. ദേ ആർ കൺസേൺ മോർ വിത്ത് ഇതിലാണ് ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അതേമാതിരി കോർഡിനേറ്റിംഗ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഫോർ achievement of the organizational objectives. So this approach of viewing the management is more practical because we do not need two groups of people to discharge administrative and operative management functions. In fact, every manager performs all managerial functions though emphasizes different at various levels മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശരിക്കും പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ പ്രാക്ടിക്കലി ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് എവ്രി മാനേജർ ഇസ് കൺസേൺ വിത്ത് ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഹവർ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഡിവോട്ട് more of their time on administrative management and lower level managers devote more on operative management. Okay, ഇനി നമുക്ക് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് നോക്കാം. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഈസ് ആൻ പെർവേസീവ് ഫങ്ഷൻ ആസ് ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. സോ ദസ് ഇറ്റ് സ്കോപ്പ് ഇസ് വെരി വൈഡ് എന്നാണ് പറയുന്നത്. അതായത് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്.
അതായത് പ്ലാനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിച്ച് ഈസ് ബേസിക്കലി എ ലോജിക്കൽ തിങ്കിങ് പ്രോസസ് ദാറ്റ് ഡിസൈഡ്സ് വാട്ട് നീഡ്സ് ടു ബി ഡൺ ഇൻ ഓർഡർ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഇതൊരു തിങ്കിങ് ഫങ്ഷൻ മാത്രമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, സോ ഇറ്റ് ഫോക്കസസ് ഓൺ ദി ബ്രോഡർ പെർസ്പെക്റ്റീവ് ഓഫ് ദി ബിസിനസ് ആസ് വെൽ ആസ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ടാക്ടിക്കൽ മെത്തേഡ്സ് ടു ഗെറ്റ് ദി ഡിസയേർഡ് റിസൾട്ട്. രണ്ടാമത്തെ ഒരു ഫങ്ഷൻ പറയുന്നത് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് ഈസ് അബൌട്ട് സെറ്റിംഗ് അപ്പ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ ഇൻറ്റേർണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഒബ്ജക്റ്റീവ്സ് മെൻഷൻഡ് ഇൻ ദി സ്റ്റേജ്. അതായത് ഇവിടെ നമുക്കൊരു പ്ലാനിങ് മാത്രമല്ല, തിങ്കിങ് ഫങ്ഷൻ മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ എന്തും കൂടെ ഡൂയിങ് കൂടെ രണ്ടും കൂടെ ഒരു മിക്സാണ് വരുന്നത്. അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്, ഏത് രീതിയിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക ഈ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ട്. ഓക്കെ, ഓർഗനൈസിങ് സ്ട്രക്ചർ. അതേമാതിരി ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് അസൈനിങ് ടാസ്ക് ടു വേരിയസ് ഇൻഡിവിജ്വൽസ് ഫോർ ദ ലാർജർ ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ഫങ്ഷൻ പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. അപ്പോൾ ആദ്യം പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു. രണ്ടാമത് അതിനനുസരിച്ച് ഓർഗനൈസേഷൻ സ്ട്രക്ചർ തീരുമാനിച്ചു, ആളുകളെയും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞ്. അപ്പം രണ്ടാമത്തെ ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ഡൂയിങ് ആൻഡ് തിങ്കിങ് ഫങ്ഷൻ എന്ന് പറയാം. മൂന്നാമത് എത്തുന്ന സമയത്ത് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് റൈറ്റ് പീപ്പിൾ ഫോർ ദ ഓർഗനൈസേഷൻ. അതായത് ഇറ്റ് ഇൻവോൾവ്സ് റിക്രൂട്ട്മെൻറ്റ്, ഹയറിങ്, ട്രെയിനിങ് ആൻഡ് കോമ്പൻസേറ്റിംഗ് ദിയർ വർക്ക് ഫോഴ്സ്. അതായത് നമ്മൾ നിയോഗിച്ച് ആളുകൾ റിക്രൂട്ട് ചെയ്യുക, പിന്നെ അവർക്ക് ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഹയറിങ്, ട്രെയിനിങ് ആൻഡ് കോമ്പൻസേറ്റിംഗ് ദ വർക്ക് ഫോഴ്സ്. പിന്നെ വരുന്നത് ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഗൈഡിങ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ത്രൂ ദ മീൻസ് ഓഫ് കൗൺസിലിംഗ്, ഇൻസ്ട്രക്റ്റിംഗ്, മോട്ടിവേറ്റിംഗ് എക്സെട്ര. അതായത് ഈ ഓർഗനൈസേഷണൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ആളുകൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് ഗൈഡ് ചെയ്യുക. അതിനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയാം. പിന്നെ വരുന്നത് കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. കോർഡിനേറ്റ് ചെയ്യുക ആളുകളെ, കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലീഡിങ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ദ ടാസ്ക് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഓൺ എൻ എൻറ്റയർ ഓർഗനൈസേഷൻ. അതായത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനെതിരെ അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് പറയാം. സോ ദീസ് ആർ ദ ആക്ടിവിറ്റീസ് കവേർഡ് അണ്ടർ ദ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഓപ്പറേഷണൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ദേ ആർ ഓൾസോ നോൺ ആസ് ദി ബ്രാഞ്ചസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഏതെല്ലാം, പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതേപോലെ പേഴ്സണൽ മാനേജ്മെൻറ്റ്, ഓഫീസ് മാനേജ്മെൻറ്റ് ആൻഡ് നോളജ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താണ് ഓരോന്നെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പോയിൻ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഇൻ ഓൾ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ്. അതായത് ഓൾ അതർ ആക്ടിവിറ്റീസ് ലൈക്ക് പർച്ചേസിങ്, ഫിനാൻസിങ്, മാർക്കറ്റിംഗ് ആൻഡ് അതൊക്കെ റിവോൾവ് അറൗണ്ട് ദിസ് ഫങ്ഷൻ, പ്രൊഡക്ഷൻ ഫങ്ഷൻ. So it is essential that production function is managed properly so that it may contribute effectively towards the objectives of the enterprise. അപ്പം പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ബ്രാഞ്ചാണ് പറയുന്നത്, ഇറ്റ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് മാനേജ്മെൻറ്റ് വിച്ച് ഡീൽസ് വിത്ത് ഓൾ ആക്ടിവിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ. അതിൽ പ്ലാൻ, ലൊക്കേഷൻ വരും, ലേ ഔട്ട്, production policy, type of production, then plant facilities, material handling, repair and maintenance, research and development, etc. All these are the main problems involved in production management. Okay. അപ്പം അടുത്ത ബ്രാഞ്ച് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. അതായത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ എന്താ വരുന്നത്, ഇറ്റ് റെഫേഴ്സ് ടു പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് പേഴ്സൺസ് വർക്കിംഗ് ഇൻ ദ മാർക്കറ്റിംഗ് ഡിവിഷൻ ഓഫ് ദി എൻ്റർപ്രൈസ്. പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് അതാണല്ലോ, മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മാർക്കറ്റിംഗ് ഫീൽഡിൽ വേണ്ട
എല്ലാ ഇങ്ങനെയുള്ള പ്ലാനിങ് ഓർഗനൈസിങ് ഫങ്ഷൻസൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഓപ്പറേറ്റീവ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഇറ്റ് പെർഫോംസ് ഓൾ മാനേജറിയൽ ഫങ്ഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, അതായത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. സോ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ബിൽഡ് അപ്പ് ആൻ അപ്രോപ്രിയേറ്റ് മാർക്കറ്റിംഗ് മിക്സ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അനാലിസിസ്, ദെൻ മാർക്കറ്റിംഗ് പോളിസി, ബ്രാൻഡിങ്, പ്രൈസിങ്, പ്രൊമോഷൻ, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര ആർ ദ പ്രോബ്ലംസ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ദെൻ കംസ് അനദർ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമുക്ക് വരിക എന്താണ്? നിങ്ങൾക്കറിയാം, ഫിനാൻസ് ഫങ്ഷൻ ഓഫ് ബിസിനസ് ഇസ് കൺസേൺ വിത്ത് അക്വിസിഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ക്യാപിറ്റൽ ഫണ്ട്സ് ഇൻ മീറ്റിംഗ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ആൻഡ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എൻ്റർപ്രൈസ് അല്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇസ് കൺസേൺ വിത്ത് ദ മാനേജറിയൽ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു പ്രൊക്യൂർമെൻറ്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഫോർ business purpose. So this branch, financial management, deals with procurement and utilization of funds for business purposes. അതായത് ഇവിടെ കാര്യമായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഡിറ്റർമിനിങ് എ സ്യൂട്ടബിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ക്യാപിറ്റൽ വേണോ, പ്രിഫറൻസ് വേണോ, അതേപോലെ ഡിബെഞ്ചേഴ്സ് വേണോ, ലോൺസ് വേണോ, അങ്ങനെയുള്ള ഒരു പ്രോപ്പർ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക. ദെൻ കോർഡിനേറ്റിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, then laying down a proper dividend policy etc. are the problems involved in financial management. Okay, then comes personal management. Personal management എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this branch deals with the effective control and use of manpower. അതായത് ഈ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? മാൻ പവർ, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. So human resources are one of the most critical factors associated with the success of an enterprise എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന മെയിൻ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഈ സംഭവങ്ങളൊക്കെയാണ് വരിക. സെലക്ഷൻ, റിക്രൂട്ട്മെൻറ്റ്, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ്, promotion, compensation etc. in connection with employees of the organization form part of പേഴ്സണൽ മാനേജ്മെൻറ്റ്. മനസ്സിലായോ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത്? ദ നെക്സ്റ്റ് വൺ ഇസ് ഓഫീസ് മാനേജ്മെൻറ്റ്. ഓഫീസ് മാനേജ്മെൻറ്റിൽ വരുന്നത് ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് പ്ലാനിങ് ആൻഡ് കോർഡിനേറ്റിംഗ്, അതേമാതിരി പ്ലാനിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഓഫീസ് ആക്ടിവിറ്റീസ് വിത്ത് എ വി ടു അച്ചീവ് കോമൺ ബിസിനസ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഓഫീസ് എന്താ പറയുക, ടെക്നിക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഓഫീസ് ഓട്ടോമേഷൻ, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് റിപ്പോർട്ടിംഗ് എക്സെട്ര ഫോം പാർട്ട് ഓഫ് ഓഫീസ് മാനേജ്മെൻറ്റ്. ദെൻ ലാസ്റ്റ് ഫങ്ഷൻ ഇസ് നോളജ് മാനേജ്മെൻറ്റ് എന്ന് പറയും. ഇറ്റ് ഇസ് എ ന്യൂ ടേം. സോ നോളജ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഫാക്ടർ ഫോർ സർവൈവിങ് ഇൻ ദി കട്ട് ത്രോട്ട് കോമ്പറ്റിറ്റീവ് എൻവയോൺമെൻറ്റ്. അതായത് ഇൻ ദ ന്യൂ എമേർജിങ് നോളജ് എക്കണോമി, organizations are turning to knowledge management in an effort to improve their business performance by assimilating new ideas and converting these ideas into actions faster than their കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഇന്നത്തെ ഒരു കട്ട് ത്രോട്ട് എന്താ പറയുക, കോമ്പറ്റിറ്റീവ് വേൾഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടും ഫാസ്റ്റായിട്ട് നമ്മളെ ന്യൂ ഐഡിയാസ് അസിമിലേറ്റ് ചെയ്യാനും ഈ ഐഡിയാസ് ആക്ഷൻസായി കൺവേർട്ട് ചെയ്യാനും പറ്റിയാൽ മാത്രമേ ഉള്ളൂ ആ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ എന്നാണ് പറയുന്നത്. സോ നോളജ് മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് എന്താണ്? വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് കവേർഡ് അണ്ടർ ദ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് നോക്കി. പിന്നെ രണ്ടാമത് നോക്കിയത് വാട്ട് ആർ ദ ഓപ്പറേഷണൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് നോക്കി. ഇനി മൂന്നാമതൊന്ന്, ഇതൊരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്നാണ് പറയുന്നത്
മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് മൾട്ടിപ്പിൾസ് ഓഫ് ഡിസിപ്ലിൻ സച്ച് ആസ് സൈക്കോളജി, എക്കണോമിക്സ്, സോഷ്യോളജി, കോമേഴ്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സെട്ര. അതായത് നമുക്ക് പറയാം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ടൂൾസ് ഓഫ് ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ്. അതായത് എല്ലാ ടൂൾസും എല്ലാ ഡിസിപ്ലിൻസിലും ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ഓക്കെ. Last one, management is concerned with people and the ideas are found in the modules on organization, human resource management, etc. So the principles of management are applied to all fields, that is to both business and non-business enterprises. ഓക്കെ. സോ ദീസ് ആർ ദ അതായത് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് ചോദിച്ചാൽ നിങ്ങൾ ഇത്ര എഴുതി വെക്കണം. അതായത് ആക്ടിവിറ്റീസ് കവേർഡ് അണ്ടർ ദ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത്. അതേമാതിരി വാട്ട് ആർ ദ ഓപ്പറേഷണൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്. പിന്നെ ഇതൊരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണെന്നുള്ളത് പറയാം. അതേപോലെ ഇറ്റ് ഈസ് കൺസേൺ വിത്ത് പീപ്പിൾ ആൻഡ് ദ ഐഡിയാസ്. ഓക്കെ. താങ്ക് യു.